ബ്രാൻഡ് ഡിസൈൻ ചെയ്യാൻ എന്നെ സമീപിച്ച ഒരാളിൽ നിന്നുള്ള കോൺവെർസേഷൻ നിന്നാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അയാൾ വന്ന് ഈ ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അയാളുടെ ബ്രാൻഡിനെ കുറിച്ചും അയാളുടെ പ്രൊഡക്റ്റുകളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയും എന്നിട്ട് നിങ്ങളുടെ ഡിസൈനേഴ്സ് ആരൊക്കെയാണ്, നിങ്ങൾ ഡിസൈനേഴ്സിന് എന്തൊക്കെ ഫോട്ടോഷോപ്പ് അറിയാമോ, ഇല്ലസ്ട്രേറ്റർ അറിയാമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ബ്രാൻഡിനെ കുറിച്ചുള്ള നമ്മളുടെ തെറ്റിദ്ധാരണകൾ എത്രത്തോളം ഭീകരമാണ് എന്ന് എനിക്ക് മനസ്സിലായത്. ബ്രാൻഡ് ഒരു ഡിസൈൻ ആണോ? ബ്രാൻഡ് ഒരു ഡിസൈൻ ആണ് എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഡിസൈൻ എന്ന് പറയുന്നത് ആകാര സൗഷ്ഠവം, ശരിയായ കൃത്യമായ ഷെയ്പ്പുള്ള എന്തിനേയും ഒരു ഡിസൈൻ എന്ന് പറയാം. അത്തരത്തിൽ കല്ലും മണ്ണും ഭൂമിയും മനുഷ്യനും അജൈവമായിട്ടുള്ള എല്ലാം ഒരു ഡിസൈനാണ്. അല്ലെങ്കിൽ ലോകത്തെ എല്ലാം ഡിസൈനിൽ നിന്ന് തുടങ്ങുകയും അതിനെ ജീവൻ വെക്കുകയും ചെയ്യുന്ന എന്തോ ഒന്നാണ്. സോ ഡിസൈൻ എല്ലാത്തിൻ്റെയും തുടക്കമാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഇൻവിസിബിളായ എന്നാൽ ജൈവികമായ, ജീവിച്ചിരിക്കുന്ന, ജീവനുള്ള എന്നാൽ കാണാനാവാത്ത ഒന്നാണ്. ഒരു വിഷ്വൽ ഐഡന്റിറ്റി എന്നതിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല ബ്രാൻഡ്. കൊക്കക്കോള എന്ന ബ്രാൻഡ് നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ലോഗോ യൂണിറ്റും അതിൻ്റെ പാറ്റേണും അതിൻ്റെ കളറും അതിൻ്റെ ടൈഫേസിനും അപ്പുറത്ത് ആ ബ്രാൻഡ് ഈ ഭൂമിയിൽ ബാക്കിയാക്കുന്ന ഒരുപാട് മെസ്സേജുകളുടെയും ഒരുപാട് സംവേദനങ്ങളുടെയും നമ്മളോട് കാലാകാലങ്ങളായി കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ടേസ്റ്റുകളുടെയും നമ്മൾ ഓർമ്മയിൽ വെച്ചിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷനുകളുടെയും ഒരു രൂപഭാവമാണ് കൊക്കക്കോള എന്ന ബ്രാൻഡ്. ആ ലോഗോ യൂണിറ്റ് ഇല്ലെങ്കിലും കൊക്കക്കോള എന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കളറ് കാണുമ്പോൾ അതിലുണ്ടായിരുന്ന ഏ ദിൽ മാംഗെ മോർ എന്ന് ഉള്ളിൽ വരും. എനിക്ക് മതിയാവുന്നില്ല എന്നുള്ളത് കൊക്കക്കോളയുടെ ഒരു കുപ്പി കാണുമ്പോൾ ഉള്ളിൽ വരുന്നത് ആ രൂപത്തിന്, ആ കുപ്പിയുടെ ഡിസൈൻ ചരിത്രം നമുക്കൊക്കെ അറിയാം. ഒരു മത്സരം നടത്തി ഒരു പ്രത്യേക ഷേപ്പിൽ കുപ്പി ഉണ്ടാക്കി ആ കുപ്പിയെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട് കൊക്കക്കോള. അപ്പോൾ ആ കുപ്പി കാണുമ്പോൾ തന്നെ ഏ ദിൽ മാംഗെ മോർ എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷനുകൾ രൂപം പിടിച്ച് ഒരു മനുഷ്യനായി നമുക്ക് മുന്നിൽ വന്ന് ഷെയ്ക്ക് ഹാൻഡ് തരുന്ന ഒന്നാണ് ബ്രാൻഡ്. ബ്രാൻഡ് ഒരു ഡിസൈൻ അല്ല. ആ ഡിസൈനും അതിൻ്റെ ലാംഗ്വേജും അതിൻ്റെ കളറുമെല്ലാം ഒരു ബ്രാൻഡിൻ്റെ ഒരു ചട്ടക്കൂടിനുള്ളിൽ വരുന്ന ചില എലമെൻസ് മാത്രമാണ്. അപ്പോൾ ബ്രാൻഡ് ഒരു ലോഗോ ഉണ്ടാക്കി കഴിയുന്നിടത്ത് ബ്രാൻഡിങ് അവസാനിച്ചുവെന്നും ഒരു ബ്രാൻഡ് ഗൈഡ് ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദാ എൻ്റെ ബ്രാൻഡ് ശരിയായി കഴിഞ്ഞു എന്നും തെറ്റിദ്ധരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. ഒരു ബ്രാൻഡിലെ ഘടനയിലേക്ക് ശബ്ദവും രൂപവും സ്മെല്ലും പിന്നെ ഒരു മനുഷ്യൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ കലർത്തി അതിനെ നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ്റെ, ആശയ വിനിമയങ്ങളുടെ, ആശയ സംവേദനങ്ങളുടെ ഭാഗമാക്കി കഴിയുമ്പോഴാണ് ഒരു ലോഗോ ബ്രാൻഡായി മാറുന്നത്. ബ്രാൻഡിങ് ഒരു ദിവസം കൊണ്ട് തുടങ്ങുകയും മറ്റൊരു ദിവസം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നില്ല. ബ്രാൻഡിങ് നിരന്തരമായൊരു പ്രക്രിയയാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മൾ പല്ല് തേൽക്കുന്നത് പോലെ, നമ്മൾ കുളിക്കുന്നത് പോലെ എല്ലാ ദിവസവും തുടച്ച് മിനുക്കി പുതിയ ആശയങ്ങളും പുതിയ ചിന്തകളും പുതിയ പ്രിൻസിപ്പിൾസും പുതിയ പ്രൊഡക്റ്റുകളും പുതിയ സംവേദനങ്ങളും സൃഷ്ടിക്കേണ്ടുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ബ്രാൻഡിങ്. അതിനെ ബ്രാൻഡ് ഗൈഡ് ലൈനിൽ ഒതുക്കരുത് എന്ന് ബ്രാൻഡ് സ്വാമി എല്ലാവരോടും അപേക്ഷിച്ചുകൊള്ളും.